السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما നാഫിയ റബ്ബന സിദ്ന ഇൽമൻ നാഫിയ. പ്രിയപ്പെട്ട തഹസ്സുലിലെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ദീനിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച നവാഖിലുൽ ഇസ്ലാം എന്ന ലഘു കൃതിയാണ് നമ്മളിപ്പോൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 10 പോയിൻ്റായി അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളതിൽ 6 കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത്. 7ാമത്തെ നാഖിദ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ. ശൈഖ് റഹിമഹുല്ല പറയുന്നു, അസ്സാബിഉ, 7ാമത്തെ കാര്യം, അസ്സിഹ്റു വമിൻഹു അസ്സർഫു വൽ ആതുഫ്. 7ാമത്തെ കാര്യം അത് സിഹറാണ്. ആ സിഹറിൽപ്പെട്ടതാണ് ഇണക്കാനും അതുപോലെ തന്നെ പിരിച്ചു കളയാനും വേണ്ടി ചെയ്യുന്ന സിഹർ. ഫമൻ ഫഅലഹു ഔ റദിയ ബിഹി കഫറ. ആരെങ്കിലും ആ സിഹർ ചെയ്താൽ അല്ലെങ്കിൽ സിഹർ ചെയ്യുന്നതിനെ തൃപ്തിപ്പെട്ടാൽ കഫറ, അവൻ കുഫർ ചെയ്തു, അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി. വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവെന്താണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത്. 7ാമത്തെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന നാഖിദായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് സിഹ്റാൻ. നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ്, പരിചയമുള്ള പ്രയോഗമാണ് സിഹർ എന്നത്. യഥാർത്ഥത്തിൽ സിഹർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൻ്റെ ഭാഷാപരമായ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോപ്യമായത്, മറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് സിഹർ എന്നതിൻ്റെ വാക്കർത്ഥം ഭാഷയിൽ പറയപ്പെടുന്നത്. മതപരമായി ഇവിടെ ശിർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സിഹർ എന്താണ് എന്ന വിഷയത്തിൽ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ സിഹർ എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പല നിലക്കുള്ള നിർവചനങ്ങളാണ് പണ്ഡിതന്മാരൊക്കെ നൽകിയതായി കൊണ്ട് കാണുന്നത്. ബഹുമാന്യനായ പണ്ഡിതൻ അശ്ശൻഖീതി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അസ്സിഹ്റു ഫിൽ ഇസ്തിലാഹി ലാ യുംകിനു ഹദ്ദുഹു ബിഹദ്ദിൻ ജാമിഇൻ മാനിഇൻ ലികസ്റത്തിൽ അൻവാഇൽ മുഖ്തലിഫത്തി ദാഖില തഹ്തഹു. സിഹറിൻ്റെ മതപരമായ അതിനെന്താണ് നിർവചനം കൊടുക്കുക എന്നതിന് വ്യക്തമായ പരിപൂർണമായ ഒരു പഴുതടച്ച രൂപത്തിൽ ഒരു വിശകലനം നടത്താൻ, അല്ലെങ്കിൽ അതിന് പഴുതടച്ച രൂപത്തിലുള്ള ഒരു നിർവചനം നൽകുക ഏറെക്കുറെ അസാധ്യമാണ്. കാരണം ലിക്കസുറത്തിൽ അൻവാഇൽ മുഖ്തലിഫത്തി ദാഖിലത്തി തഹ്തഹു, സിഹർ എന്ന് പറയുന്നത് പല നിലക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും സിഹർ എന്ന് പറയുമെന്നതുകൊണ്ട് ജാമ്യവും മാന്യവുമായ അഥവാ പൂർണ്ണമായ ഒരു കുറ്റമറ്റ രൂപത്തിലൊരു നിർവചനം പറയുക ഏറെക്കുറെ അസാധ്യമാണ്. എന്നാൽ അദ്ദേഹം അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള വ്യത്യസ്തമായ നിർവചനങ്ങളിൽ വ്യത്യസ്തതകൾ കടന്നു വരുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ എന്താണ് സിഹർ എന്ന് ചോദിച്ചാൽ അത് ഇതാണ് എന്ന് പറയാൻ, ഇന്നതാണ് എന്ന് പറയുന്നതിന് തടസ്സം കൊണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കീഴിൽ സിഹറിൻ്റെ ഇനങ്ങളായി വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന കൺകെട്ട് വിദ്യകൾ, മാജിക്ക്, അതിന് സിഹർ എന്ന് പറയും. അതുപോലെ തന്നെ ഭാരകമായ രൂപത്തിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സിഹർ അഥവാ പൈശാചികമായ കൂട്ടുകെട്ടിലൂടെ നിർവഹിക്കുന്ന കാര്യം, അതിനും സിഹർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സിഹർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഷിർക്കും കുഫറും സംഭവിക്കുന്ന സിഹറാണല്ലോ. അത് പിശാചുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് അവനുമായുള്ള ചങ്ങാത്തത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അഥവാ ഒരു വ്യക്തി അദ്ദേഹം ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി
പൈശാചികമായ ഇടപെടലുകൾ തേടുന്നു. പിശാചിനെ ആരാധിച്ചും അവനെ തൃപ്തിപ്പെടുത്തിയുമൊക്കെ പല കാര്യങ്ങൾ നേടിയെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിനു വേണ്ടിയാണ് അതിൻ്റെ ചെപ്പടി വിദ്യകളായി അതിനെ പുറമേ കാണിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പല നിലക്കുള്ള എഴുത്തുകുത്തുകളും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നിലക്ക് പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൈശാചികമായ ഉപകാരം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനോ ആയി ഇത് പ്രയോഗിക്കും. അതുകൊണ്ടാണ് ശേഷം ഇവിടെ പ്രത്യേകം പറഞ്ഞത് മിൻഹു അസ്സർഫു വൽ ആതുഫ്. സിഹർ ചെയ്യുന്നവർ തന്നെ മനുഷ്യർ തമ്മിൽ ഇണക്കാനും സിഹർ ചെയ്യും, അതുപോലെ തന്നെ മനുഷ്യർ തമ്മിൽ വേർപിരിക്കാനും സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സ്നേഹമുള്ള എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാൾ എന്നെ തിരിച്ചിഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അയാളിൽ ഒരു മാനസികമായി ഒരു ചിന്ത ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പ്രേരിപ്പിക്കാൻ പിശാചിന് കഴിയും. അതിന് പിശാചിൻ്റെ സഹായം നേടിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ തെറ്റിക്കാൻ വേണ്ടിയും ഇത് ചെയ്യും, ആളുകൾ ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ട് ശേഷറക്കമുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു. സിഹറിൽ വ്യത്യസ്ത ആളുകളെ ഉപദ്രവിക്കാൻ സിഹർ ചെയ്യും, രോഗമുണ്ടാക്കാൻ സിഹർ ചെയ്യും, അവർക്ക് മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സിഹർ ചെയ്യും. ഇങ്ങനെ പലതരക്കും ചെയ്യുന്ന സിഹറുകളിൽ ഇവിടെ രണ്ടെണ്ണം എടുത്തു പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചതായി കാണുന്നത്. ഏതായാലും സിഹർ ഈ നിലക്ക് പൈശാചികമായ ഇടപെടലുകളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. രണ്ടർത്ഥത്തിലാണ് അവിടെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശിർക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ അവർ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തേത് മാഫിഹിമിൻ ഇസ്തിഖ്ദാബിൽ ജിന്നി വശയാത്തീൻ വത്തഖറുബി ഇലൈഹിം മിൻ ദൂനില്ലാഹി ബിമാ യുരീദൂനഹു. ഇവിടെ പിശാചിനെ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന് പുറമെ പിശാചിനെ ആരാധിക്കുകയും അവനെ സഹായിക്കുകയും അവരിൽ നിന്ന് അവനോട് അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ശിർക്ക് സംഭവിക്കുന്നതാണ്. ഇത് അവരെ ശിർക്കിലേക്ക് എത്തിക്കുന്നതും ശിർക്ക് ചെയ്യുന്നതുമായ കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ സിഹർ ചെയ്യുന്ന ആളിൽ നിന്ന് ശിർക്കും കുഫറും സംഭവിക്കും. കാരണം അവർ പിശാചിനെ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവരിൽ നിന്ന് സഹായം ലഭിക്കാൻ വേണ്ടി അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ അനുസരണം ശിർക്കിലേക്ക് എത്തിക്കുന്നു, അവനെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. രണ്ടാമത്തത് ഇൽമുൽ ഗൈബുണ്ട് എന്ന് വാദിക്കുക. സ്വാഭാവികമായും ഈ സിഹർ ചെയ്യുന്ന ആളുകൾ എത്തുകുത്തു പണികൾ നടത്തുന്നവരൊക്കെ ഇസ്മിൻ്റെ പണിയെടുക്കുക അങ്ങനെയൊക്കെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇത് അറിയപ്പെടുക. ഇങ്ങനെ സിഹർ ചെയ്യുന്ന ആളുകൾ അവർ വാദിക്കുന്നത് എന്താണ്? എനിക്ക് ഗൈബി അദൃശ്യജ്ഞാനം അറിയും, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ഇന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുത്തലാണെങ്കിൽ, അവരെ ദ്രോഹിക്കലാണെങ്കിൽ, അതല്ല ഇന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കാനാണെങ്കിൽ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇൽമുൽ ഗൈബ് അവർക്കുണ്ട് എന്നാണ് അവർ വാദിക്കുക. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ഒരാളും തന്നെ അദൃശ്യമായ വിജ്ഞാനം അറിവുണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കപ്പെട്ട സവിശേഷമായ ഒരു ഗുണം ഒരാൾ അദ്ദേഹത്തിനുണ്ട് എന്ന് വാദിച്ചാൽ അത് ശിർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ രണ്ടർത്ഥത്തിലാണ് സിഹർ ചെയ്യുന്ന ആളുകളിൽ ശിർക്ക് സംഭവിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിഹർ അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുമോ ഇല്ലേ എന്ന വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അവർ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും പിശാചിനെ ഉപയോഗപ്പെടുത്തി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അല്ലാതെ ഒരാളെയും ഉപദ്രവിക്കുക സാധ്യമല്ല. അപ്പം അള്ളാഹുവിൻ്റെ കലാകദറിൽ അയാൾക്ക് ആ ഉപദ്രവം ഏൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. എന്നതിനപ്പുറത്ത് ചെയ്യുക ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടപാടിലൂടെ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ, അത് തഅ്സീർ ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന കാര്യം. എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിഹർ ചെയ്താൽ അത് ഫലിക്കുമോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത്, നിലപാടായി സ്വീകരിച്ചിട്ടുള്ളത്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് സ്വാധീനമുണ്ടാക്കും, അത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും എന്നത് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് പൊതുവെ തെളിവായി അതിന് പറയപ്പെടാറുള്ളത്. ഒന്നാമത്തേത്, അങ്ങനെ ഒരാൾക്ക് സിഹർ ചെയ്താൽ അത് ഫലിക്കുമെന്നതുകൊണ്ടാണ് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല
എന്ന് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരുത്സാഹപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു തെളിവ് സൂറത്തുൽ ഫലക്കിലെ നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് കെട്ടുകൾ രൂതുന്ന സ്ത്രീകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ, അങ്ങനെ കെട്ടുകളിലൂതി സിഹർ ചെയ്യുന്ന സ്ത്രീകൾക്ക് നമ്മളിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ അതിൽ നിന്ന് നമ്മളോട് അള്ളാഹുവിനോട് രക്ഷയെ ചോദിക്കാൻ ആവശ്യപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് അത് സംഭവിക്കുമെന്നതുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മളോട് സ്വയമേ റഹ്മാനായ റബ്ബിനോട് രക്ഷയെ ചോദിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫലിക്കുമെന്ന് ഖുർആൻ പരാമർശിച്ച മറ്റൊരു കാര്യമാണ് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അവിടെ ആ ഒരു സ്ത്രീയും പുരുഷനും അഥവാ ഭാര്യ ഭർത്താക്കന്മാർ ഇണകൾ തമ്മിൽ പിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് അവർ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ നടക്കാത്തൊരു കാര്യം എങ്ങനെ നടത്തും എന്ന് മനസ്സിലാക്കാത്തൊരു കാര്യം ഒരാൾക്ക് പഠിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് അവർക്കത് പഠിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സിഹർ ചെയ്യുന്നതിന് അങ്ങനെ യാഥാർത്ഥ്യമൊന്നുമില്ല, ഹഖീഖത്തൊന്നുമില്ല. അത് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് മുഅ്തസില വിഭാഗമാണ്. അവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഭാഗം. അഹ്ലുസുന്ന ഇത് സംഭവിക്കും, അത് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിലപാടെടുക്കുന്നവരാണ് അഹ്ലുസുന്ന എന്ന കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ സിഹർ ഒരാൾക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയോ ആ സിഹറിന് വേണ്ടി ഒരാളെ സമീപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനത്തെ സിഹറിൽ ഏർപ്പെടുന്ന ആളുകൾ ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ച് ശേഷം റഹിമുള്ള പറഞ്ഞു, അത് എന്ത് കാര്യത്തിനായാലും ഒരാളെ ഇണക്കാനായാലും അല്ല വേർതിരിക്കാനായാലും സിഹർ ചെയ്യുന്നത് പാപമാണ്. ഫമൻ ഫഅലഹു, ആരെങ്കിലും അത് ചെയ്താൽ, അതുപോലെ തന്നെ റദിയ ബിഹി, അല്ല ചെയ്യുന്നത് ഒരാൾ തൃപ്തിപ്പെട്ടാൽ അത് കുഫ്ർ സംഭവിക്കുന്ന കാര്യമാണ്. അതെന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ സിഹർ ചെയ്യുന്നത് അംഗീകരിച്ചാൽ അയാളത് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന ഇത്തരം ജ്യോത്സ്യന്മാരെ പണിക്കരൊന്നും അവർ ഇടപെട്ടിട്ടുമില്ല, അവരിലൊന്നും സമീപിച്ചിട്ടുമില്ല. പക്ഷേ അത് ചെയ്യുന്നതിന് ഒരാൾ അംഗീകരിച്ചാലോ വമൻ റളിയ ബിസ്സിഹ്രി ഹത്ത ഇന്നം യകുൻ സാഹിറൻ ഫഇന്നഹു യക്ഫുർ, അപ്പോഴും കുഫ്ർ സംഭവിക്കും. കാരണം ലിഅന്നഹു റളിയൽ കുഫ്ർ, കുഫറായ ഒരു കാര്യത്തെ തൃപ്തിപ്പെടുകയാണ് അയാൾ ചെയ്തത്. വമൻ റളിയൽ കുഫ്റ കഫറ, ആരെങ്കിലും കുഫറായ ഒരു സംഗതിയെ തൃപ്തിപ്പെട്ടാൽ അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും അയാൾ കുഫർ സംഭവിക്കും. ഏതുപോലെ അല്ലദീ യർതാ ബിഇബാദത്തിൽ അസ്നാം, വിഗ്രഹങ്ങൾ ആരാധിക്കുക എന്നത് ഒരാൾ അംഗീകരിക്കുന്നില്ല, ഒരാളത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എന്നാൽ അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു പ്രവൃത്തിയെ ഒരാൾ തൃപ്തിപ്പെട്ടാലോ, അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാലോ, അതിലും ശരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തൃപ്തികരമാണ് എന്ന് വിശ്വസിക്കുകയോ മനസ്സോട് തൃപ്തിപ്പെടുകയോ ചെയ്താലോ, അല്ല അള്ളാഹു മൂന്നിലൊരുവനാണ് എന്ന് പറയുന്ന ത്രിയേകത്വത്തിൻ്റെ കാര്യം ഒരാളത് അംഗീകരിക്കുക, അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ആ വാക്യത്തെ, അങ്ങനെ പറയുന്ന വാചകത്തെ, അങ്ങനെ പറയുന്ന ആദർശത്തെ ഒരാൾ തൃപ്തിപ്പെട്ടാലോ, അതല്ലാത്ത കുഫറുകളും കുഫറായ ഒരു സംഗതിയെ ആരെങ്കിലും തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തൃപ്തിപ്പെടുന്നതിലൂടെ തന്നെ അവന് കുഫർ സംഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ പണ്ഡിത ശേഷ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കുഫർ ആയ ഒരു കാര്യത്തെ ഒരാൾ തൃപ്തിപ്പെട്ടാൽ, അഥവാ സിഹർ ചെയ്യുക എന്നത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, അതൊരാൾ ചെയ്താൽ കുഫറാണ്. അതുപോലെ തന്നെ ഒരാൾ അതിനെ തൃപ്തിപ്പെട്ടാലും അത് കുഫർ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നാലും, നമുക്ക് ആരോട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഈ നിലക്കുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കാതിരിക്കുക. അത് താൽക്കാലികമായ നേട്ടം ഒരുപക്ഷെ ദുന്യവിയായി നമുക്ക് നേടിത്തന്നു എന്ന് വരാം. പക്ഷേ ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തെ അത് തകർത്ത് കളയുമെന്നതുകൊണ്ട് അത്തരം മാർഗങ്ങൾ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഈ ഒരു നാക്കിത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഹ്മാനായ റബ്ബ് അടിയുറച്ച് തൗഹീദ് മനസ്സിലാക്കുവാനും അതിന് വിപരീതമായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين في كل مكان فاستغفروه إنه هو الغفور الرحيم. وسلام على المرسلين والحمد لله رب العالمين.